നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. വിപുലമായ ആഘോഷങ്ങൾ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിന സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മവാർഷിക ദിനമാണ് ഇക്കുറി എന്ന സവിശേഷതയുമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിന റാലികളും വിവിധ കലാപരിപാടികളും നടക്കും. ആരാധനാലയങ്ങൾ, മദ്രസകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വൈദ്യുതാലങ്കാരം നടത്തിയും കൊടിതോരണങ്ങളും ഒരുക്കിയുമാണ് നബിദിനം വിശ്വാസികൾ വർണ്ണാഭമാക്കുന്നത്. തിരുവോണനാളിലും മാനം കറുത്തു തന്നെ ഒറ്റപ്പെട്ട മഴ തുടരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവോണ ദിവസം വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പ്രവചിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറുകളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വൈറ്റില പാലത്തിലാണ് അപകടം നടന്നത്. പരസ്പരം മത്സരിച്ചോടിയ 2 കാറുകളിൽ ഒന്നാണ് അപകടമുണ്ടാക്കിയത്. കുണ്ടന്നൂർ മുതൽ കാറുകൾ മത്സരം നടത്തുകയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിനിടയാക്കിയ 2 കാറുകളും വൈറ്റില മേൽപ്പാലത്തിൽ വെച്ച് മുന്നോട്ട് കയറി പോകാൻ ശ്രമിക്കുകയും ഗ്യാപ്പ് കിട്ടാത്തതിനെ തുടർന്ന് അമിത വേഗതയിലെത്തിയ കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസ്. അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ തെളിവ് ശേഖരണത്തിന് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക്. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന കേസിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. യുവതി ചികിത്സ തേടിയ ബംഗളൂരുവിലെ ആശുപത്രിയിലും എത്തും. ആശുപത്രി തിരിച്ചറിഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അതേസമയം ഓണാവധിക്ക് ശേഷമാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുക. 2 ദിവസം ബെഫ്കോ അവധി. പതിവ് പോലെ ഇത്തവണയും ഉത്രാട ദിവസം ബെഫ്കോയിൽ നടന്നത് വൻ വിൽപ്പന. തിരുവോണ ദിവസമായ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അവധിയായതിനാൽ വ്യാഴാഴ്ച വലിയ തിരക്കാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഔട്ട്ലെറ്റുകളിൽ അനുഭവപ്പെട്ടത്. അതിനാൽ തന്നെ വ്യാഴാഴ്ച റെക്കോർഡ് മദ്യവിൽപ്പനയാകും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയതെന്നാണ് ബെഫ്കോ അധികൃതരുടെ കണക്കുകൂട്ടൽ.